യുവനേതാവ് ഇനിയെങ്കിലും സ്വയം നവീകരിക്കപ്പെടണമെന്ന് രാഹുൽ മങ്കൂട്ടത്തിലിന്റെ രാജിക്ക് ശേഷം റിനി ആൻഡ് ജോർജ് പറഞ്ഞു. എന്നാൽ യുവനേതാവിന്റെ പേര് പറയാൻ റിനി തയ്യാറായില്ല. മറ്റൊരു പെൺകുട്ടി യുവനേതാവിനെ കുറിച്ച് പറഞ്ഞത് ഹീസ് എ ക്രിമിനൽ എന്നാണെന്നും റിനി. എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും ഇല്ല. ആ പ്രസ്ഥാനമാണ് അത് തീരുമാനിക്കേണ്ടത്. അവർ ധാർമ്മികത മുൻനിർത്തി അവരെന്താണോ ചെയ്തത് അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതായത് കൂടുതൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഒരു സുഹൃത്ത്, നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല. ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വിഷയം മാത്രമാണ്. സഹിൻ ആന്റണി ഉണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, റിനി ജോർജിന്റെ പുതിയ പ്രതികരണത്തെക്കുറിച്ച് പറയാം. റിനി രാഹുലിന്റെ പേര് പറയുന്നില്ല എങ്കിലും രാഹുലാണ് എന്നുള്ള എല്ലാ തെളിവുകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. മാത്രമല്ല, രാഹുലിനെ കുറിച്ച് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. പക്ഷേ ഒരാളുടെ പേര് പറയാൻ താൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അയാൾ ഒരു നവീകരണത്തിന് തയ്യാറാവട്ടെ എന്നുള്ളത് പറയുന്നു. മറ്റൊന്ന്, രാഹുലിനെതിരെ ഉയർന്നു വന്ന ശബ്ദരേഖ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോഴും പറയുന്നത് തൻ്റെ പരാതിയേക്കാൾ ഗുരുതരമായ പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിന് കൃത്യമായ അന്വേഷണം വേണമെന്ന് റിനി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ രാഹുലാണെന്ന് പറയാൻ അവർ തയ്യാറാകുന്നില്ല. അവരുടെ വർത്തമാനത്തിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ്. രാഹുൽ തന്നെയാണ് എന്നുള്ള സൂചന അവർ നൽകുന്നുണ്ട്. എന്നാൽ രാഹുൽ അല്ല എന്ന് നിഷേധിക്കാനും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് രാഹുലിനെതിരെ ഉയർന്ന ആരോപണമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആ സ്ത്രീക്ക് പേര് പറയാൻ പറ്റാത്തത് ചില കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ആ കാരണങ്ങൾ എന്താണെന്ന് അവർ വ്യക്തമാക്കുന്നില്ല. പക്ഷേ ഒരു നവീകരണത്തിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയാണ് താൻ ശബ്ദിച്ചതെന്ന് അവർ പറയുന്നു. മാത്രമല്ല, KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവർ ഒരു പരാതിയും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർ തന്നെ ഈ സ്ത്രീ റിനി പറയുന്നുണ്ട്, മുൻപ് പ്രതിപക്ഷ നേതാവിനോടക്കം പരാതി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അതിൽ അന്നേ നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതൊക്കെ ഓരോ ന്യായീകരണങ്ങളല്ലേ എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല എന്നും ആണ് എന്ന് ഉറപ്പിക്കാനും തയ്യാറാകാതെ റിനി നിൽക്കുമ്പോഴും കൃത്യമായി ജനത്തിന് മനസ്സിലാവുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിയ പരാതിയാണ്. ആ സിനിമാ നടി, ആ മാധ്യമപ്രവർത്തക കൃത്യമായി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് തന്നെയാണെന്ന്. എന്തായാലും വരും ദിവസങ്ങളിൽ രാഹുലിന്റെ പേര് അവർ കൃത്യമായി പറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായും സഹിൻ, ശരി.